പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധ ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമ്മേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെക്കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കുർബാസാൽത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സ്ഥിരീകരണത്തിനായി കർത്താവേ, ജോലിയില്ലാത്തവര്, വീടില്ലാത്തവര്, ജീവിതത്തിൽ കലഹങ്ങളും ഭിന്നത പിരിഞ്ഞു താമസിക്കുന്ന ജീവിത പങ്കാളികളെ, കുഞ്ഞുങ്ങളുടെ തെറ്റായ അവസ്ഥകൾ കണ്ട് വിഷമിക്കുന്ന മാതാപിതാക്കന്മാര്, ശാരീരികമായ രോഗങ്ങളെ അവസരപ്പെടുന്നതും രോഗം ആകുന്നതിന് സമയമെടുക്കുന്നില്ലെന്ന് ഓർത്ത് ഉത്കണ്ഠപ്പെടുന്നവരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് യാത്ര ചെയ്യുന്നവരെ, ഇന്നത്തെ യാത്രയ്ക്ക് വേണ്ടി വിവിധമായ ഒരുക്കിയിരിക്കുന്ന ലക്ഷ്യങ്ങൾ, കണ്ടുമുട്ടുന്ന വ്യക്തികൾ, സംസാരിക്കുന്ന സംഭാഷണങ്ങൾ, എഴുതുന്ന രേഖകൾ, ഒപ്പിടുന്ന ഡോക്യുമെന്റുകൾ, പങ്കെടുക്കുന്ന ഇൻ്റർവ്യൂകൾ, സെൻഡ് ചെയ്യുന്ന മെസ്സേജുകൾ എല്ലാം കർത്താവിൻ്റെ കൃപയാൽ നിറയപ്പെടാനും, നീ ഇന്ന് തിരികെ എത്തുന്ന സമയത്ത് കർത്താവിൻ്റെ കൃപ നിന്നും നിറഞ്ഞു നിന്നുകൊണ്ട് സന്തോഷം വന്ന് ഉറങ്ങുവാനും, ഇന്നത്തെ ദിവസം മുൻനിർത്തി നീ കണ്ടുമുട്ടുന്ന ഓരോ നിമിഷങ്ങളെയും, നിൻ്റെ ഓരോ സമയങ്ങളെയും, സന്ദർഭങ്ങളെയും, എല്ലാം സംരംഭങ്ങളെയും പരിശുദ്ധമ്മ ദൈവമാതാവിൻ്റെ മധ്യസ്ഥത്തിൽ രാത്രിയും തിരിച്ചെത്തുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ മാതാവിൻ്റെ മധ്യസ്ഥതയും ഞാൻ നിന്റെ ജീവിതത്തെയും നിന്റെ കുടുംബത്തെയും ഈശോ നാമത്തിൽ വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ മിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും
നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നമുക്ക് അസഹനീയമായി തോന്നുന്നത് അനീതി പ്രവർത്തിക്കുന്നതിൻ്റെ കൂടെ ജീവിക്കുമ്പോഴാണ്. കുടുംബത്തിലായാലും എല്ലായിടത്തും ചിലരുടെ സ്വകാര്യ താല്പര്യങ്ങൾ സംരക്ഷിക്കേണ്ടി വരുമ്പോൾ അവിടെ സമത്വം പോവുകയും അനീതിക്ക് ബാക്കിയുള്ളവർ ഇരയാകുകയും ചെയ്യും. ഇത് ആദ്യകാലം പോലെ ഈ ഗ്രീക്കുകാരുടെ വിപ്ലവമില്ലേ, അപ്പോസ്തല പ്രവർത്തനം 6:1, ശിഷ്യരുടെ സംഖ്യ വർദ്ധിച്ചുകൊണ്ടിരുന്നു. അക്കാലത്ത് പ്രതിദിനമുള്ള സഹായ വിതരണത്തിൽ തങ്ങളുടെ വിധവകൾ അവഗണിക്കപ്പെടുന്നുവെന്ന് ഗ്രീക്കുകാർ ഹെബ്രായർക്കെതിരെ പിറുപിറുത്തു. ഈ ബൈബിളിലും ലോകചരിത്രത്തിലും ഈ ഹെബ്രായർക്കെതിരെ എന്നുള്ള ഈ വാക്ക് ആവർത്തിക്കുന്നുണ്ട്. കാര്യം യഹൂദർ എവിടെ പോയാലും യഹൂദന്മാർ പല രാജ്യങ്ങളിൽ പോയായിരുന്നല്ലോ, അവർക്ക് അവിടെയെല്ലാം പീഡനങ്ങളാണ് ഉണ്ടായിരുന്നത് എന്ന് പറയുമ്പോഴും എന്തുകൊണ്ട് ഇവരെ ആൾക്കാർ പീഡിപ്പിച്ചു എന്നുള്ള ചോദ്യം നമ്മൾ ആൻസർ ചെയ്യേണ്ടി വരും. അതെന്ന് വെച്ചാൽ ഇവർ എപ്പോഴും മറ്റുള്ളവരെ അവോയ്ഡ് ചെയ്യണ പോലെ മറ്റു രാജ്യക്കാർക്ക് തോന്നും. ഇപ്പോൾ ഇംഗ്ലീഷുകാരുടെ രാജ്യത്ത് ചെന്നപ്പോൾ സ്പാനിഷിൽ നിന്നാണ് ഇവർക്ക് കൂടുതൽ പ്രയാസങ്ങളുണ്ടായത്. പക്ഷേ ഇംഗ്ലീഷ് രാജ്യത്ത് മോശമില്ല ഇവർ. എന്താ കാര്യമാണ്, ഷേക്സ്പിയറിൻ്റെ ഒരു കഥയില്ലേ, ഷേക്സ്പിയറിൻ്റെ കഥയിൽ സെമയോണിച്ച് ഒരു കടം കൊടുത്ത വെനീസിലെ വ്യാപാരി, ദ മർച്ചൻ്റ് ഓഫ് വെനീസ്. അപ്പോൾ ആ വ്യാപാരിയിൽ പണം കടം കൊടുക്കുന്നത് ഒരു യഹൂദനാണ്. എന്നുവെച്ചാൽ ഈ വട്ടിപ്പണ പലിശയ്ക്ക് കടം കൊടുക്കുന്നത് യഹൂദനാണ്. അപ്പോൾ ഈ ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷ് കഥയിൽ പണം കടം കൊടുക്കുന്ന ആളാണ് യഹൂദൻ. അപ്പോൾ അയാൾ ആ കട ഈടാക്കുന്നതിന് പകരം കോടതി വെച്ച് മാംസം വെട്ടി ചോദിക്കുന്നുണ്ട്. പിന്നെ അത് നമ്മുടെ ഷിബിയുടെ കഥ പോലെ, ഷിബി വെച്ചാൽ ഈ ഷേക്സ്പിയർ ഇവിടുന്ന് മോഷ്ടിച്ചാണെന്ന് തോന്നണ കഥ, ചിലപ്പതികാരത്തിൽ നിന്ന്. സെമയോണിച്ചിന് ഇത് കൊടുക്കുമ്പോൾ കോടതി എന്ന് പറയണത് മാംസം തരാമെന്നേ പറഞ്ഞിട്ടുള്ളൂ, രക്തം പൊടിയരുതെന്ന് പറയും. അത് നമ്മളുടെ കഥയാണ്, ചിലപ്പതികാരത്തിലെ കഥയാണ്. ഷേക്സ്പിയർ അതിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടതാണ്, അടിച്ചു മാറ്റിയതാണ് നമുക്കറിയാൻ പാടില്ല. ആ കഥയിൽ അങ്ങനെ ഒരു രംഗമുണ്ട്. അപ്പോൾ ഇവിടെ ചെന്നാൽ ഈ ആൾ പെരുകുമ്പോൾ അനീതികളുണ്ടാവും. അതാണ് ആളെ പിടിച്ച് പറഞ്ഞത്. കുടുംബത്തിലും അങ്ങനെയാണ്. കുടുംബത്തിലും ഈ പങ്കാളികൾ കൂടുതലേ, വസ്തു ഒക്കെ വിൽപ്പന വരുമ്പോൾ, ഭാഗോടമ്പടിയൊക്കെ വരുമ്പോൾ ആൾ കൂടുതലാണെങ്കിൽ കുറേ പേർക്ക് എപ്പോഴായാലും അപ്പനെ തല്ലിക്കൊല്ലാനുള്ള വൈരാഗ്യം മക്കൾ കാണിക്കണം കണ്ടുകൊണ്ട് ഞാൻ അപ്പനാണെന്നുള്ള മറന്നു പോരും. പക്ഷേ പങ്കിട്ട് വന്നപ്പോൾ ചിലർക്ക് ചില സ്ഥലം കിട്ടി, സ്ഥലത്തിന് കൂടുതലുണ്ടെങ്കിലും അവന് വരുമാനമൊന്നുമില്ല. വരുമാനമുള്ളവർക്ക് സ്ഥലം ചെറുതാണ്. അങ്ങനെ പല പല കോമ്പൻസേഷൻ വെച്ചാണ് അച്ഛൻ ചെയ്തിരിക്കുക, അപ്പൻ ചെയ്യണതെങ്കിലും കുറേ പരാതികളുണ്ടാകും. അപ്പോൾ ഇങ്ങനെയൊരു വിഷയം ജീവിതത്തിലുണ്ട്. അനുദിനമുള്ള സഹായ വിതരണത്തിൽ ഗ്രീക്കുകാരുടെ വിധവകളാണ്, അവർ ന്യൂനപക്ഷമാണെന്ന് തോന്നുന്നത്. ഹെബ്രായർക്കെതിരെ പരാതി പറഞ്ഞെന്ന് വെച്ച് കഴിയുമ്പോൾ ഹെബ്രായറാണ് അവിടെ മേൽക്കൈ നേടിയിരിക്കുന്നത്. പക്ഷേ ഗ്രീക്കുകാരെന്ന് ചുമ്മാ ഗ്രീക്കുകാർ വിജാതിരല്ലേ, അവർ യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്.
ഗ്രീക്ക് ഭാഷ സംസാരിക്കണമെന്നേ ഉള്ളൂ. യഹൂദ പാരമ്പര്യമുള്ള ആൾക്കാരാണ്, അതായത് ഹെലനിസ്റ്റിക് എന്നൊക്കെ ബൈബിൾ പറയും. അപ്പോൾ ഇവരെല്ലാം ബ്ലഡ് ഒന്ന് തന്നെയാണ്. പക്ഷെ ആ രാജ്യത്തിൽ നിന്ന് വന്ന കാരണം അവരോട് ഈ ഹെബ്രായർ അനീതി കാണിച്ചു. അപ്പം അങ്ങനെയാണ് പിന്നെ പത്രോസ് പറയണത്, ഞങ്ങൾ ഭക്ഷണമേശ വന്ന് അതിനുവേണ്ടി തലയിടാൻ ഞങ്ങൾക്ക് നേരെയില്ല, ഞങ്ങൾക്ക് അതിനു വേണ്ടിയുള്ള അഭിഷേകമല്ല, ഞങ്ങൾക്ക് കർത്താവിൻ്റെ വചനം പങ്കുവെക്കാനുള്ള അഭിഷേകമാണ്. നിങ്ങളുടെ കൂട്ടത്തിൽ നിന്ന് ആൾക്കാരെ തിരഞ്ഞെടുത്തിട്ട് കൃപയുള്ളവരുടെ മേൽ ഞങ്ങൾ കൈവെക്കാം. അങ്ങനെ ഡയക്കണേറ്റ് ഉണ്ടാകണത്, ഡീക്കൻ. പിന്നീട് കുറേ കാലത്ത് സഭയിൽ ഡീക്കന്മാരില്ലായിരുന്നു. പിന്നെ വന്നപ്പോൾ ആ ആദ്യത്തെ ഡീക്കന്മാരല്ല വന്നത്, ലിറ്റർജിക്കൽ ഡീക്കന്മാരാണ് വന്നത്. അപ്പം സഭയുടെ ഹിസ്റ്ററിയിൽ ആദ്യം ഉണ്ടായിരുന്നത് സഭയുടെ സാമൂഹ്യ നീതി സംരക്ഷിക്കുന്ന ആൾക്കാരായിരുന്നു അവർ. അപ്പോൾ അത് പ്രോസസ് ഓഫ് ടൈമിൽ അങ്ങനെ സംഭവിച്ചതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യത്തിൽ ഒരു സമൂഹം മുന്നോട്ട് പോകുമ്പോൾ ചിലയിടത്ത് ആൾ കൂടിയും കുറച്ച് ആൾ കുറഞ്ഞും, ചിലയിടത്ത് ഉച്ചനീചത്വം കുറച്ച് അവഗണനയും ഒക്കെ സംഭവിക്കുമ്പോൾ അനീതി ഉണ്ടാകും. അനീതി ഉണ്ടാകുമ്പോൾ ചില ആൾക്കാരെ സഹിക്കും, ചില ആൾക്കാർ ഫൈറ്റ് ചെയ്യും അതിനെതിരെ. പക്ഷേ സുവിശേഷത്തിനൊരു നിലപാടിൽ, സുവിശേഷ നിലപാട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് സഹിക്കാനുള്ള കൃപ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയാണ്. ഇപ്പോൾ 1:29 ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, വിശ്വസിക്കുന്നതിൻ്റെ ഭാഗമായിട്ടേ വിശ്വാസം ഒരു സാങ്കേതിക അർത്ഥത്തിൽ മാത്രമല്ല, വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം, സഹിക്കാൻ വേണ്ടിയുള്ള അനുഗ്രഹം, അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. അപ്പൊ ഈ ക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ ആ വിശ്വാസം മാത്രമല്ല, പിന്നെ എന്താ ഉള്ളത്, അതിൻ്റെ സെക്കൻഡ് ഗ്രേഡിൽ അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ, അതിൻ്റെ അക്സസറി അതാണേ, അവന് വേണ്ടി സഹിക്കാൻ വേണ്ടി കൂടിയുള്ള കൃപ കിട്ടിയാൽ മാത്രമേ ക്രിസ്തു നിലനിന്ന് പോരത്തുള്ളൂ നമ്മളിൽ. അല്ലെങ്കിൽ ക്രിസ്തു ആവിയായി പോകും. പക്ഷേ അതായത് ക്രിസ്തുവിനെ നമ്മൾ നിലനിർത്തുക എന്ന് പറയുമ്പോൾ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ്, ക്രിസ്തുവിൻ്റെ കൃപ കൾച്ചർ ചെയ്ത് വരണത്, ആ സഹനത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉണ്ടെങ്കിൽ മാത്രമാണ് ക്രിസ്തു നമ്മളിൽ വളർന്നു വരണത്, നഴ്സറി ചെയ്ത് വരണത്. അതുകൊണ്ട് പൗലോസപ്പോസ്തലൻ ചോദിക്കുകയും സഹിക്കാൻ പറ്റാൻ കഴിവുണ്ടെങ്കിൽ സഹിക്കുന്നതാണ് നല്ലതെന്നൊക്കെ പറയും പൗലോസപ്പോസ്തലൻ. അതാണ് ആദിമസഭയുടെ നിലപാടതാണ്. അപ്പോൾ അതറിയണമെങ്കിലേ ഒന്ന് കുറച്ച് 6-7 എടുത്തേ. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. എന്തുകൊണ്ട് ദ്രോഹം, അനീതി നിങ്ങൾക്ക് ക്ഷമിച്ചുകൂടാ, വഞ്ചന സഹിച്ചുകൂടാ. അപ്പം സഹിക്കാൻ കൃപയുണ്ടവനുണ്ടെങ്കിൽ യുദ്ധത്തിന് പോകണ്ടെന്നുള്ള അർത്ഥമാണ് എൻ്റെ ഉള്ളത്. അത് ഓരോരുത്തരുടെ കൃപയുടെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ സഹിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അല്ല, അനീതി മസ്റ്റായിട്ടുണ്ടാകും. ഒരു സമൂഹം പ്രക്രിയ ചെയ്ത് വരുമ്പോൾ ആരെങ്കിലും കുറേ ആൾക്കാർ അതിൻ്റെ അനീതി അനുഭവിക്കും. ചിലർ അതിനെതിരെ ഫൈറ്റ് ചെയ്യും. ചില ആൾക്കാർ ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പോരായ്മ ആയിട്ട് ഞാൻ എൻ്റെ ശരീരത്തിൽ സംഭവിച്ച അതിൻ്റെ കൃപയാക്കി മാറ്റും. കൊളോസോസ് 1:24 നിങ്ങളെ പ്രതിയുള്ള പീഡകളിൽ ഞാൻ സന്തോഷിക്കുന്നു. സഭയാകുന്ന തൻ്റെ ശരീരത്തെ പ്രതി ക്രിസ്തുവിന് സഹിക്കേണ്ടി വന്ന പീഡകളുടെ കുറവ് എൻ്റെ ശരീരത്തിൽ ഞാൻ നികത്തുന്നു. ഒരു മനുഷ്യൻ എന്ന നിലയിലെ എന്തെങ്കിലും കുറവ് കർത്താവിൻ്റെ പീഡകൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ കർത്താവിൻ്റെ ശരീരം എന്ന രീതിയിൽ സഭയോട് ചേർന്ന് നമ്മളത് സഹിക്കുന്നു. അപ്പോൾ അതൊരു കൃപയാണ്. അതിന് ചിലർക്ക് അതിനുള്ള കഴിവുണ്ട്. കൃപയിൽ ക്രിസ്തു ഈ കൾച്ചറിങ്ങിലാണ് ക്രിസ്തു വളർന്നു വരണത് നമ്മളിൽ. അപ്പോൾ ക്രിസ്തു വളർന്നു വരണമെന്നുള്ളതിന് നമുക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഈ സഹനം അതിൻ്റെ വളവും വെള്ളവുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ് എന്ന് സൂചനയാണ്. അപ്പോൾ ആവശ്യമില്ലാത്ത രീതിയിൽ നിങ്ങൾ പൊട്ടിത്തെറിക്കുകയോ അതെല്ലാം ക്രിസ്തുവിനെ നേടാൻ വേണ്ടി ഉള്ള ഒരു മാർഗമായി സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ പറ്റുന്നില്ലെങ്കിൽ അതിനുള്ള സാധ്യത തേടുകയും ക്രിസ്തുവിൽ വളരുകയും ചെയ്യാൻ നിങ്ങളുടെ സഹന സാഹചര്യം പ്രയോജനപ്പെടുത്തണമെന്നാണ് ഈ സുവിശേഷത്തിൻ്റെ ഒരു
ചൈതന്യം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധ അടുത്തടുത്ത് വന്നു. കാരണം വീണ്ടും എക്സാം വിളിച്ചപ്പോഴൊക്കെ അപ്പോൾ ആ സമയത്ത് വന്നിട്ടും പരീക്ഷ എഴുതിപ്പോയി. അവസാനം ആ മാർച്ചിൽ തന്നെ അവൻ എല്ലാ വിഷയത്തിലും പാസ്സായി, സർട്ടിഫിക്കറ്റ് കിട്ടി, എല്ലാം വളരെ ഭംഗിയായി മാതാവ് ഈശോയുടെ മാതാവ് പറഞ്ഞാൽ ഒരിക്കലും ഈശോ അത് ഉപേക്ഷിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഈശോ അത് നടത്തി തന്നു. പിന്നെ അടുത്തത് എൻ്റെ മകളുടെ വിവാഹമാണ്. അവൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ PhDക്ക് ചേർന്നു. അപ്പോൾ അവൾ പറഞ്ഞു ഇനി ഇതൊക്കെ കഴിഞ്ഞ് ജോലി കിട്ടിയിട്ട് കല്യാണം കഴിച്ചാൽ മതി എന്ന്. അപ്പോൾ ഞാൻ പറഞ്ഞു വേണ്ട. അങ്ങനെ 25 വയസ്സിലാണ്, കുറച്ച് നേരം വൈകിയെങ്കിലും 25 വയസ്സിലാണ് ഞങ്ങൾ വിവാഹം ആലോചന തുടങ്ങിയത്. അപ്പോൾ ഞങ്ങളുടെ വിചാരം എന്താണ്, അവൾ കാണാൻ കുഴപ്പമില്ല, അപ്പോൾ എല്ലാം വളരെ ഭംഗിയായിട്ട് നടക്കും, പഠിക്കാൻ എല്ലാ കാര്യങ്ങളും നന്നായി. പക്ഷേ വിവാഹം ആലോചനയായിട്ട് ഒന്നുകിൽ ഞങ്ങൾക്ക് പറ്റില്ല അല്ലെങ്കിൽ അവർക്ക് പറ്റില്ല, അങ്ങനെയായിട്ട് വിവാഹം ഇങ്ങനെ എന്താ പറയുക നീണ്ടുകൊണ്ടിരുന്നു. 1.5 വർഷം കഴിഞ്ഞിട്ടും വിവാഹം നടക്കുന്നില്ല. അപ്പം ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഞാനത് എഴുതിയിരുന്നു. അങ്ങനെ മാതാവ് ഈ പാൻഡമിക് ഇയറിൽ തന്നെ ഒരു ബന്ധുത വരികയും അത് നടത്തി തരികയും ചെയ്തു. അത് സമയമെടുത്തുവെങ്കിലും അത് വളരെ ഭംഗിയായി. ഞങ്ങൾക്ക് കുറച്ച് സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ട്, ഇപ്പോഴും അത് മുഴുവനായിട്ട് തീർന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഇടയിലും മാതാവ് ഞങ്ങളുടെ പ്രതീക്ഷയ്ക്ക് അപ്പുറത്ത് അത് വളരെ ഭംഗിയായി മാതാവ് നടത്തി തന്നു. പിന്നെ അതുപോലെ തന്നെ അവരുടെ വീട്ടുകാരും മാതാവ് ഞങ്ങൾക്ക് ചേർന്ന ആൾക്കാരെ തന്നെ തന്ന് അതിൽ ദൈവം ഞങ്ങളെ അനുഗ്രഹിച്ചു. പിന്നെ അടുത്തത് എൻ്റെ മകള് പ്രഗ്നൻ്റ് ആയിരുന്നപ്പം അവൾക്ക് ട്വിൻസാന്ന് പറഞ്ഞു. അപ്പം ഞാൻ കാറ്റഗിസം ടീച്ചറാണ്. അപ്പോൾ ഞാൻ ധ്യാനം കൂടുമ്പോഴാണ് അവൾ വിളിച്ച് പറഞ്ഞത്, അമ്മ ഇങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ പറഞ്ഞു ട്വിൻസാണ്. അതിലൊരാൾക്ക് 16th വീക്കിൽ സ്കാനിങ്ങിൽ ബ്ലഡ് ഫ്ലോ കട്ടായി എന്നാണ് പറയുന്നത്. അപ്പോൾ മെഡിക്കലി അത് IUGR എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ അത് പ്രസവം വരെ എത്തുമോ ഒന്നും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുഞ്ഞിനാണ് അങ്ങനെ, ഒരു കുഞ്ഞ് വളർച്ച കുറയും, പിന്നെ അതിന് എന്തൊക്കെ അസുഖങ്ങളൊക്കെ വരാൻ സാധ്യതകൾ അതൊക്കെ ഡോക്ടേഴ്സ് ഞങ്ങൾ പറഞ്ഞു. പക്ഷേ എനിക്കത് കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ ഇത് കേട്ടപ്പോൾ ആദ്യം എനിക്കൊരു ഭയവും തോന്നിയില്ല അത് കേട്ടപ്പോൾ. കാരണം മാതാവുണ്ടെങ്കിൽ നമുക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇതെല്ലാം വരെ ചപ്പടാച്ചികളെന്ന് പറയണ പോലെ അങ്ങനെയുള്ള ഒരു തരത്തിലാണ് എൻ്റെ ഉള്ളിൽ ഫീൽ ചെയ്തത്. വിഷമം തോന്നിയെങ്കിലും മാതാവ് അതൊക്കെ എല്ലാം വളരെ ഭംഗിയായി തന്നെ നിറവേറ്റും. കുഞ്ഞ് ഏത് തരത്തിലാണ് ജനിക്കാൻ പോകുന്നത് എന്ന് ഒന്നും നമുക്കറിയില്ല. ഞാൻ പ്രസവിച്ചിട്ട് കുഞ്ഞിനെ കുഞ്ഞുങ്ങളെ കാണാൻ 8.5 മാസത്തിലെടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 32 ആഴ്ചയിൽ സിസേറിയൻ ചെയ്തെടുക്കണമെന്ന്. അപ്പോൾ ഈ 16th വീക്കിൽ മാത്രമാണ് ഈ ഒരു ഫോൾട്ട് കണ്ടിട്ടുള്ളൂ. ബാക്കി എല്ലാ സ്കാനിങ്ങിലും എവറി 2 വീക്സിൽ ഇങ്ങനെ സ്കാൻ ചെയ്തിരുന്നു. പക്ഷേ അപ്പോൾ ഒന്നും ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. 5 ദിവസം കൂടുമ്പോൾ അങ്ങനെയൊക്കെ സ്കാൻ. പക്ഷേ അപ്പോഴൊന്നും ഒരു കുഴപ്പമില്ല. അപ്പോൾ 32 ആഴ്ച എത്തിയപ്പോൾ ഞങ്ങൾ പറഞ്ഞു അപ്പോൾ എടുക്കണ്ട, നമുക്കറിയാം കുറവിൽ വരുന്ന കുട്ടികളുടെയൊക്കെ കാര്യങ്ങൾ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഡോക്ടർ മനസ്സോടെ 34 വീക്കിലേക്ക് നീട്ടി. അങ്ങനെ ഞങ്ങൾ എന്താ പറയുക, ഭർത്താവിൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഹോസ്പിറ്റലാണ് കാണിച്ചിരുന്നത്. അപ്പോൾ അവിടെ ഞാനും കൂടി അവിടെ പോയി താമസിക്കേണ്ടി വന്നു. അതുകൊണ്ട് അപ്പോൾ വല്ലാത്ത വയറൊക്കെ ആയി, ട്വിൻസ് ആയതുകൊണ്ട്. പക്ഷേ അപ്പോൾ കുട്ടികൾക്കൊക്കെ ഗ്രാജുവൽ എല്ലാ ഗ്രോത്തും എല്ലാ കാര്യങ്ങളൊക്കെ ഓക്കെയാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ 34 വീക്കിൽ ചെന്നപ്പോഴും പറഞ്ഞു ഒരു കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ കുറച്ചും കൂടി നീട്ടാൻ പറഞ്ഞു. പക്ഷേ ഡോക്ടർ കട്ടായിട്ട് പറഞ്ഞു ഇത് ഇനി പറ്റില്ല, ഞങ്ങൾക്കും കൂടി റിസ്ക്കാണ്, നിങ്ങളുടെ ധൈര്യം മാത്രമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങളത് വൈദ്യൻ്റെ ഉപദേശം കൂടി കണക്കിലെടുത്തിട്ട് ഞങ്ങൾ 34 വീക്കിലെടുത്തു. ഒരു കുട്ടി 1,600 ഒരു കുട്ടി 2,100 ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ പക്ഷേ അവരൊക്കെ എല്ലാം വളരെ നോർമലാണ് എല്ലാ കാര്യങ്ങളും. വെയിറ്റ് കുറച്ച് കുറവുണ്ടെന്നേ ഉള്ളൂ. ബാക്കി എല്ലാ കാര്യങ്ങളും നിയോനാറ്റൽ ICUലായിരുന്നു കുറച്ച് നാൾ. എങ്കിലും അധികം കൂടുതൽ സമയമൊന്നും 5-6 ദിവസമൊക്കെ കിടന്നിട്ടുള്ളൂ.
നന്നായി, അവർ ഒക്കെ ഓക്കെ ആയി. അങ്ങനെ മാതാവ് എല്ലാ കാര്യങ്ങളിലും ഞങ്ങളുടെ കൂടെയാണ്. പിന്നെ ഇതെല്ലാം നടക്കുന്നത് ഈശോ എന്താ പറയുക, ഞാൻ വിശുദ്ധ കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. അതായത് നമുക്കറിയാം വിശുദ്ധ കുർബാനയിൽ ഈശോയുടെ ജനനം മുതൽ മരണം വരെയും ഉയിർപ്പും എല്ലാം ആഘോഷിക്കപ്പെടുകയാണ്. ഞാൻ എന്നും ഈശോയുടെ ഒപ്പം ജീവിക്കുകയാണ്. രാവിലെ കുർബാനയിലൂടെ മാലാഖമാർ പ്രകീർത്തനം ചെയ്യുന്നത് മുതൽ നമ്മൾ ഈശോയുടെ ഒപ്പം നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അതൊരു നമ്മുടെ ഒരു സേഫ് സോണുണ്ട്. അതിൽ നിന്ന് നമ്മൾ ഇറങ്ങി വരാനായിട്ട് നമുക്ക് കുറേ കഷ്ടപ്പാടുകളുണ്ട്. നമ്മൾ വിചാരിക്കും ഇവിടെയാണ് സുഖം. അപ്പോൾ അതല്ല, നമുക്ക് മറ്റു പല ഭാഗങ്ങളിൽ ഉണ്ട് എന്ന് നമ്മൾ അറിയുന്നത്. അപ്പം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാനും എല്ലാം നമ്മളെ അതിനെ സജ്ജരാക്കും. അപ്പോൾ ഇങ്ങനെ കുർബാന, അപ്പോൾ ഈ പാൻഡമിക്കിൽ കുർബാന മുടങ്ങിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം കുർബാനയിലൂടെയാണ് അതാണ് എൻ്റെ ജീവശ്വാസം, അതിലൂടെയാണ് ഞാൻ പോകുന്നത്. അത് കട്ടാവുമെന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കുർബാനയൊക്കെ ഓൺലൈനിലായിപ്പോൾ ഞാൻ എന്നും കരയാണ് ചെയ്തിരുന്നത്. അപ്പോൾ പക്ഷേ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് അഡ്ജസ്റ്റായി. പക്ഷേ ഞാൻ എന്നും കുർബാനയിൽ പങ്കെടുത്തിരുന്നു. എനിക്കത് വളരെ ഒരു ശക്തിയാണ് പ്രദാനം ചെയ്തിരുന്നത്. അങ്ങനെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടത്തി തന്നു. എൻ്റെ മകൻ വീണ്ടും ഒരു ജോലിക്കായിട്ട് ആഫ്രിക്കയിൽ കാമറൂണിലാണ് ചെയ്യുന്നത്. അവിടെ ഫുൾ ഓഫ് കറപ്ഷൻസും ഒക്കെയാണ്. അപ്പം വീണ്ടും ജോലിയിൽ വളരെ നന്നായി ചെയ്യാനും എല്ലാം എല്ലാവരും പ്രാർത്ഥിക്കണം. ഈശോ പരിശുദ്ധ അമ്മ എന്നെ സഹായിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഞാൻ പത്രം എല്ലാവർക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. പിന്നെ നമുക്ക് കഴിയുന്നതിൻ്റെ പരമാവധി മറ്റുള്ളവരെ സഹായിക്കുവാനൊക്കെ നമ്മൾ നോക്കുന്നുണ്ട്. പിന്നെ ചാനലുകൾ വഴിയും നമ്മൾ പ്രേക്ഷിത പ്രവർത്തനം മറ്റുള്ളവരെ അറിയിക്കാനും എല്ലാം ദൈവകൃപയാലാണ് നമുക്ക് നടത്തപ്പെടുന്നത് എന്ന് മനസ്സിലാക്കാനും ഈശോയുടെ ഒപ്പം സഞ്ചരിക്കാനും എല്ലാം നമ്മളെ സഹായിക്കുന്നു. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈശോയ്ക്കും അമ്മ മാതാവിനും ആയിരം സ്തുതികളും ഈശോയ്ക്ക് ആരാധനയും സമർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.